നമസ്കാരം. തെരഞ്ഞെടുപ്പ് വരിക, പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് ബന്ദിക്കോസാരാണ്. നമുക്കിതൊന്നും അറിയില്ല. രാഷ്ട്രീയക്കാർ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളായിരുന്നു. ബാക്കി എല്ലാം ഇവിടെ തികഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടോ എന്ന തരത്തിൽ ചിലർ പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തി കഴിഞ്ഞു. ഉപമുഖ്യമന്ത്രി അല്ല, നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ തന്നേക്കാം എന്ന തരത്തിൽ ട്രോളുകളും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം, കാരണം അവിടെ ആളിപ്പോൾ തന്നെ കൂടുതലാണ്, നമുക്കവിടെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അതിനാൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 2 ജില്ലയെങ്കിലും വേണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് വിഭജിക്കണം എന്ന് പറയുന്ന കൂട്ടരുണ്ട്. അതിനൊപ്പം തന്നെ നോക്കൂ, മലപ്പുറം മുതൽ അങ്ങോട്ടേക്ക് കുറേ ജില്ലകൾ അത് തങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കുറേ നാളായിട്ടൊരു കൂട്ടർ നിലവിൽ തന്നെയുണ്ട്. അപ്പോഴാണ് പുതിയ ഒരു ടീമും കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ആര് ജയിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കണം എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. ഇവരിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചില വാർഡുകളിൽ ഇവർ നിർത്തിയ സ്ഥാനാർത്ഥികൾ 5-6 ജയിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ആ അഹങ്കാരത്തിലാണ് അവർ പറയുന്നത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണെന്ന്. ഇതൊക്കെ കാണുമ്പോഴാണ് മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നു, ലത്തീൻ വിഭാഗം അങ്ങനെ പറയുന്നു, പെന്തക്കോസ്ത് വിഭാഗം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഭൂരിപക്ഷം ഉണ്ടെന്ന് അറിയപ്പെടുന്ന അവർ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവരുടെ വോട്ട് ചില പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഫിക്സഡ് ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് ജയിക്കാനോ തോക്കാനോ കാരണമായിട്ടുള്ള സംഗതിയല്ല, അടുത്ത വോട്ടെന്ന് പറയാം. ജയിക്കണോ വേണ്ടയോ എന്നത്രേ ഇവരൊക്കെയാണത്രേ തീരുമാനിക്കുന്നത്. ആര്? മുസ്ലിങ്ങൾ, ലത്തീൻ കാത്തലിക്ക്, പിന്നെ ഈ പെന്തക്കോസ്ത് ടീം. അപ്പോൾ മറ്റുള്ള ആളുകളുടെ പണി എന്താണ്? വോട്ട് കുത്തൽ മാത്രമാണോ മറ്റുള്ള ആളുകളുടെ പണി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെയാണ് നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്, നവോത്ഥാന കേരളം എന്ന് പറയുന്നത്. ഇവിടെ പരസ്യമായിട്ടാണ് ആളുകൾ വന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ആര് ജയിക്കണം ആര് തോക്കണം എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് മാറി എന്നിട്ട് നമ്മൾ പറയും ഇവിടെ രാഷ്ട്രീയത്തിൽ മതമില്ല, ജാതിയില്ല, മറ്റ് സ്വാധീന ഘടകങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഓരോരുത്തർ വന്നിട്ട് അവരുടെ തോന്നിയ രീതിയിൽ തങ്ങൾക്കാണ് ഇവിടെ അധീശത്വം, അല്ലെങ്കിൽ തങ്ങളാണ് ഇവിടെ തീരുമാനിക്കുന്നത് ആര് MLA ആവണം, ആര് MP ആവണം, ആര് മന്ത്രിയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരത്ഭുതവുമില്ല. നോക്കൂ, എറണാകുളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ജില്ലയിൽ തന്നെയുള്ളതാണ് മുനമ്പം. ആ മുനമ്പത്തൊരു വഖഫ് വിഷയം വന്നപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല വഖഫ് വിഷയത്തിൻ്റെ കേസിൽ. പക്ഷേ എറണാകുളം കൊച്ചി മേയറുടെ കേസ് വന്നപ്പോഴേക്കും ലത്തീൻ സഭ കടുംപിടുത്തം പിടിച്ചു ആ വിഭാഗത്തിന് കൊണ്ട് മേയർ സ്ഥാനം കൊടുത്തു. അവിടെ അവരുടെ കഴിവ് അവർ കാണിച്ചു. പക്ഷേ അവരുടെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോവേണ്ടി വരുന്ന അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ അവർക്കൊരു ചെറു വിരൽ പോലും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചിലർ നടക്കും എന്നുള്ള ഇടത്ത് അഭ്യാസം ഇറക്കും, അല്ലാത്തടത്ത് പുച്ഛമടക്കി നിൽക്കും, പേടിച്ച് നിൽക്കുന്ന കാഴ്ച കാണാം. ഇതുപോലൊരു സംഗതി തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാനും വാർഡുകൾ തങ്ങളുടെ ആളുകൾ ജയിച്ചു എന്ന ഗർവിൽ വന്നിരുന്നിട്ട് ഈ വീരവാദം മുഴക്കുന്നതിന് പിന്നിലുമുള്ളത്. പെന്തക്കോസ്തുകാർ തീരുമാനിക്കത്രേ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. അവിടുന്ന് അങ്ങോട്ട് വേറൊരു ടീമും തീരുമാനിക്കും. തീരപ്രദേശങ്ങളെല്ലാം വേറൊരു ടീമും തീരുമാനിക്കും. അപ്പോൾ ബാക്കി വരുന്ന ഭൂരിപക്ഷക്കാർ എന്ത് ചെയ്യണം? മേലോട്ട് നോക്കി വായും പിളർന്നിരിക്കുക, അത്ര തന്നെ.